നമസ്കാരം. ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള ഓഫീസർ നോട്ടിഫിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷ അയക്കാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മിനിമം ഡിഗ്രി യോഗ്യത വെച്ച് നിങ്ങൾക്ക് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ഓഫീസർ ആവാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഇന്നലെ എത്തിച്ചതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ കൊടുക്കുക. അപ്പോൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ കാണുന്നത്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം. രജിസ്റ്റർ, ലോഗിൻ റൈറ്റ് സൈഡ് ടോപ്പിലും കാണാം. അതേപോലെ തന്നെ ഇവിടെ താഴെ റീഡ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാണാം. പിന്നെ ഡീറ്റെയിൽഡ് ജനറൽ കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് കാണാം. ടു രജിസ്റ്റർ കാണാം. അതുപോലെ ഓൾറെഡി രജിസ്റ്റേർഡ് ടു ലോഗിൻ. അപ്പോൾ ഈ രണ്ട് ബട്ടൺ ടു രജിസ്റ്റർ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ ടെറിട്ടോറിയൽ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഈ ഒരു സൈറ്റ് വഴി കൊടുക്കുകയാണെങ്കിൽ ടു രജിസ്റ്റർ കൊടുക്കുക, വൺ ടൈം ക്രിയേഷൻ. ഓക്കെ, അതെല്ലാം നിങ്ങൾ മുന്നേ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ അറിയാമെങ്കിൽ ടു ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കാം. അതല്ല ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തന്നെ ചെയ്തു തുടങ്ങാം. അപ്പോൾ രജിസ്റ്റർ ഹിയർ കൊടുക്കാം. അപ്പോൾ ലോഡിംഗ് ആണ്, ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് വരുന്നത് ലെഫ്റ്റനൻ്റ് ആണ്, നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ലെഫ്റ്റനൻ്റ് റാങ്കിലേക്കാണ് നേരിട്ട് നിയമനം കിട്ടുന്നത്. ഇനിയെല്ലാം നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക, പതുക്കെ ചെയ്താൽ മതി. കാൻഡിഡേറ്റ് ആപ്ലിക്കൻ്റ് ഫുൾ നെയിം, നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ മൊബൈൽ നമ്പറാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതേപോലെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ അത് കൺഫേം ചെയ്യുവാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് അതേ നമ്പർ തന്നെ നിങ്ങളിവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക, രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സെക്കൻഡറി മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് സെക്കൻഡ് സിം ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ, അത് നിർബന്ധമില്ല. ഇവിടെ റെഡ് സ്റ്റാർ ഇട്ടത് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. റെഡ് സ്റ്റാർ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറിൻ്റെ അവിടെ റെഡ് സ്റ്റാർ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇമെയിൽ അഡ്രസ്സ് എന്തായാലും കൊടുക്കണം, അത് കൺഫേം ചെയ്ത് കൊടുക്കുക, രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേണം, അതിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിവിടെ ജനറേറ്റ് OTP ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും OTP പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരൊറ്റ OTP തന്നെ പോകുള്ളൂ. ഇമെയിൽ അഡ്രസ്സിലേക്കും SMS-ലേക്കും സെയിം OTP തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങളത് വെരിഫൈ കൊടുക്കുക, വാലിഡേറ്റ് OTP കൊടുക്കുക. അപ്പോൾ അത് വാലിഡേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഐ അഗ്രി ബോക്സും കൊടുക്കുക, ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ റീവെരിഫൈ കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. റീവെരിഫൈ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഈ 3 ബോക്സും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തോളൂ. ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പേഴ്സണൽ ഡാറ്റ പർപ്പസ് പറഞ്ഞൊരു കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രൈവസി നോട്ടീസ് വരുന്നുണ്ട്. ഇത് ഐ അഗ്രി കൊടുക്കുക. ഒരു അലേർട്ട് വന്നിട്ടുണ്ട്, ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, അതെല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യാട്ടെ, ഞാൻ പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാം. നിങ്ങളുടെ മെയിലിലേക്കും അതുപോലെ SMS ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ക്ലോസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൺ ടൈം ക്രിയേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗോ ടു ആപ്ലിക്കേഷൻ ബട്ടൺ കാണാം റൈറ്റ് സൈഡ് ടോപ്പിൽ, ഗോ ടു ആപ്ലിക്കേഷൻ, അത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, ഡോക്യുമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ആപ്ലിക്കേഷൻ നമ്പർ, പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ജെൻഡറാണ് ചോദിക്കുന്നത്, അത് ജെൻഡർ സെലക്ട് ചെയ്യുക. മെയിലാണോ ഫീമെയിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മെയിൽ സെലക്ട് ചെയ്തു. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുക്കല്ല, സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ. അപ്പോൾ നമ്മുടെ വയസ്സ്, മാസം, ദിവസമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, സിറ്റിസൺ ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് അവിടെ നിങ്ങൾ 0 കൊടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പേര് വന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, ഫാദേഴ്സ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ മദേഴ്സ് നെയിം കൊടുക്കുക. പിന്നെ മെറിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അൺമാരീഡ് കൊടുക്കുക, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് കൊടുക്കുക. പിന്നെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിലീജിയൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഞാൻ ഹിന്ദു ആണ്, ഹിന്ദു കൊടുത്തു. മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരുന്ന നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഷൊർണൂർ കൊടുത്തു.
പിന്നെ പ്രിഫേർഡ് ടെസ്റ്റ് സ്റ്റേറ്റ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കേരള എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക. കേരള കൊടുക്കുക. കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ വേണമെങ്കിൽ കേരള തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രിഫേർഡ് ടെസ്റ്റ് സിറ്റി ചോദിക്കുന്നുണ്ട്. 3 സെൻറ്ററാണ്, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ജില്ല ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് 2 കൊടുക്കുമ്പോഴും കേരള കൊടുക്കുക, അവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കോഴിക്കോട് കൊടുത്തു, നെക്സ്റ്റ് ഞാൻ കോട്ടയം കൊടുത്തു. ദെൻ തേർഡ് പ്രിഫറൻസ് കൊടുക്കുക, കേരള കൊടുക്കുക. അഗെയിൻ ഞാൻ തിരുവനന്തപുരം കൊടുത്തു. അപ്പോൾ എക്സാം സെൻറ്റർ നമുക്കറിയാം കേരളത്തിൽ 3 സിറ്റിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ 5 സിറ്റി എന്തായാലും കൊടുക്കണം. അപ്പോൾ സ്റ്റേറ്റ് 4 ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ തമിഴ്നാടാണ്. തമിഴ്നാട് സെലക്ട് ചെയ്തു. സിറ്റി ഞാൻ കോയമ്പത്തൂർ കൊടുത്തു. ദെൻ സ്റ്റേറ്റ് 5 വീണ്ടും തമിഴ്നാട് സെലക്ട് ചെയ്തു. സിറ്റി ഞാൻ ചെന്നൈ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്ര എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുക്കുക. എംപ്ലോയി ഡീറ്റെയിൽസ് ആർ യു ഗെയിൻഫുള്ളി എംപ്ലോയിഡ് കൊടുക്കുമ്പോൾ യെസ് തന്നെ കൊടുക്കണം, നോ കൊടുക്കരുത്. യെസ് കൊടുത്താലേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, പിന്നെ പ്രൈവറ്റ് സെക്ടർ, സെൽഫ് എംപ്ലോയിഡ്. അപ്പോൾ പ്രൈവറ്റോ സെൽഫോ അതിലേതിലോ ഒന്ന് കൊടുത്താൽ മതി. ഞാൻ പ്രൈവറ്റ് കൊടുത്തു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഫേം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അത് കൊടുക്കുക. പിന്നെ അഡ്രസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡാറ്റ സേവ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തോളൂ. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫസ്റ്റ് അഡ്രസ് ലൈൻ 1 നിങ്ങളുടെ വീട്ടും പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൺട്രി ഇന്ത്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ. നെക്സ്റ്റ് ഓപ്ഷൻ, ഈ റെഡ് സ്റ്റാർ മാത്രം ഫില്ല് ചെയ്താൽ മതി കേട്ടോ, ഞാൻ വീണ്ടും പറയാണ്. പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കേരള സെലക്ട് ചെയ്യുക. നമ്മൾ കേരളയാണ്, കേരള സെലക്ട് ചെയ്തു. പിന്നെ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ, പോസ്റ്റൽ കോഡ്, നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേ അഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സും എങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോക്സും ഫില്ലാവും. അതല്ല, രണ്ടും ഡിഫറൻസ് ഉണ്ട്, അതായത് താമസിക്കുന്ന അഡ്രസ്സും പ്രൂഫിലുള്ള അഡ്രസ്സൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് രണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. രണ്ടും സെയിം ആണെങ്കിൽ ഇവിടെ എസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ എസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി, നമ്മുടെ അഡ്രസ്സും ഫിൽ ആയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് ചോദിക്കുന്നത് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ഡീറ്റെയിൽസ്, സെക്കൻഡ് +2 ഡീറ്റെയിൽസ്, തേർഡ് ഗ്രാജുവേറ്റ് ഡീറ്റെയിൽസ്, പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് 10ാം ക്ലാസ് മുതൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. 10ാം ക്ലാസ്സിൽ ബോർഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, CBSE ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടങ്ങിയ ബോർഡുകൾ നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്, ഏത് വർഷമാണോ 10ാം ക്ലാസ് പാസ്സായതെന്ന് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, പിന്നെ സെലക്ട് എനി ഫോളോയിങ് CGPA പെർസെൻറ്റേജ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ടോട്ടൽ കിട്ടിയ മാർക്ക്, ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം മാർക്ക്, എത്ര മാർക്കിനായിരുന്നോ പരീക്ഷ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെർസെൻറ്റേജ് ഇവിടെ വരും. ഇനി ഇൻ്റർമീഡിയറ്റ് +2 ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് ദി ബോർഡ്, നിങ്ങളുടെ ബോർഡ്, +2 പഠിച്ച ബോർഡ്, സർട്ടിഫിക്കറ്റ് എടുക്കുക, എല്ലാം അതിലുണ്ടാവും. ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണോ +2 പാസ്സായത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ, സ്കൂളിൻ്റെ പേര്, +2 പഠിച്ച സ്കൂളിൻ്റെ പേര്, പിന്നെ സ്ട്രീം, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് സ്ട്രീമുകൾ കാണാം, ആർട്സ് സ്ട്രീമുകൾ കാണാം, അതിൽ ഏതാണോ അത് കൊടുക്കുക. പിന്നെ സെലക്ട് എനി ഓഫ് ഫോളോയിങ് പെർസെൻറ്റേജ് CGPA, സെയിം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പെർസെൻറ്റേജിലും കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് CGPA. അപ്പോൾ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഗ്രി, ഗ്രാജുവേഷൻ, ക്വാളിഫിക്കേഷൻ ഡിഗ്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഏതാണോ സ്ട്രീം, BCom, BA, ഏതാണോ നിങ്ങൾ ഡിഗ്രി പഠിച്ചത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, നിങ്ങളുടെ കോളേജ് നെയിം കൊടുക്കുക. പിന്നെ സ്ട്രീം ഓർ ബ്രാഞ്ച്, ഇവിടെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റുകൾ കോമ ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റുകൾ, ഡിഗ്രിയിൽ പഠിച്ച സബ്ജക്റ്റുകൾ. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്, ഇയർ ഓഫ് പാസിംഗ് മന്തും ഇയറും വേണം. അതിവിടെ കലണ്ടർ കാണാം, ഈ ഒരു കലണ്ടർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശേഷം ചോദിക്കുന്നത് എനി ഓഫ് ദി ഫോളോയിങ്, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ CGPA പെർസെൻറ്റേജ് സെയിം. ഇപ്പോൾ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ്, മാക്സിമം മാർക്ക്, ഡിഗ്രിയിൽ കിട്ടിയ മാർക്കും പിന്നെ അതിൻ്റെ മാക്സിമം മാർക്ക് എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ പെർസെൻറ്റേജിലേക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആവും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 10 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇനി അഡീഷണൽ ക്വാളിഫിക്കേഷനിൽ അത് മാൻഡറ്ററി അല്ല. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ ഡിഗ്രി, ഇൻസ്റ്റിറ്റ്യൂട്ട്, സബ്ജക്റ്റ്, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ്, പിന്നെ CGPA പെർസെൻറ്റേജ്, ഒബ്റ്റൈൻഡ് മാർക്ക്, മാക്സിമം മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ലീഗൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം നിങ്ങൾ നോ കൊടുക്കുക കേട്ടോ. ഒന്നും എസ് കൊടുക്കണ്ട, ഒക്കെ നിങ്ങൾ നോ കൊടുക്കുക. അപ്പോൾ എല്ലാം നോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും കഴിഞ്ഞു. ഈ ഡോക്യുമെൻ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ, അഡീഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അത്, ഇത്രയും കാര്യങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. അതിൻ്റെ സൈസ് കാണാം 200 KB, 100 to 200 KB, 200 KB വരെയുള്ള ഫോട്ടോ മാത്രമാണ് അലോ ചെയ്യുള്ളൂ. JPG ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഡ്രോപ്പ് ഫയൽ ഹിയർ ബ്രൗസ് ടു അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു KB-യിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആദ്യം 100 KB to 200 KB-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സിഗ്നേച്ചർ 80 KB മുതൽ 150 KB, അത് നിങ്ങളിവിടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ 10th മാർക്ക് ഷീറ്റ് 100 KB to 1 MB. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ 10th വേണം, +2 വേണം, ഡിഗ്രി വേണം. ഓക്കെ, എല്ലാം നിങ്ങൾ ഈ പറഞ്ഞ KB-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സൈസ് കുറയ്ക്കാനുള്ളൊരു ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. PI7 ഇമേജ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ കയറിയിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന പേജ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇൻക്രീസ് ഇമേജ് സൈസ് കാണാം, പിന്നെ റെഡ്യൂസ് ഇമേജ് സൈസ് കാണാം. ഇപ്പോൾ ഞാൻ ഇൻക്രീസ് കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, മാർക്ക് ഷീറ്റൊക്കെ ഇവിടെ സെലക്ട് ഇമേജ് കൊടുത്ത് ഗാലറിയിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിക്വയർഡ് സൈസിൻ്റെ അവിടെ എത്ര KB ആണോ ആവശ്യം അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഇൻക്രീസ് സൈസ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഫയൽ, ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയലാണ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ KB-യിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, KB-യിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഫോട്ടോ അവിടെ ആഡ് ആവില്ല. ഫോട്ടോ, സിഗ്നേച്ചർ, മാർക്ക് ഷീറ്റുകൾ ആഡ് ആവില്ല. അപ്പോൾ എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാൻഡിഡേറ്റ് നെയിമിൻ്റെ അവിടെ പേര്, പിന്നെ നമ്മുടെ ഫീസ് വന്നിട്ടുണ്ട്. 500 രൂപയാണ് ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. എല്ലാവരും 500 രൂപ അടയ്ക്കണം, എല്ലാ കാറ്റഗറിക്കാരും. പിന്നെ പേയ്മെൻറ്റ് മോഡിൻ്റെ അവിടെ ഓൺലൈൻ കാണാം, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഡിക്ലറേഷൻ ബോക്സ് വന്നിട്ടുണ്ട്, എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ ഹാവ് ഗോൺ ത്രൂ ദ ഡീറ്റെയിൽസ്, അത് പിന്നെ ഹിയർ ഡിക്ലെയർ, ഐ ഹാവ് റീഡ് ഓൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ, എല്ലാ ബോക്സും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. അതല്ല ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സബ്മിറ്റ് ആവും, പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇതവിടെ കാണുന്ന ക്യാപ്ചയും കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. SBI നെറ്റ് ബാങ്കിങ്, അതർ ബാങ്ക് നെറ്റ് ബാങ്കിങ്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ്, അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെഫ്റ്റ്, SBI ബ്രാഞ്ച്. അപ്പോൾ UPI എടുത്തോളൂ. UPI ആകുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. UPI സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ അത് കൊടുത്തോളൂ. ഞാൻ UPI കൊടുത്തു. അപ്പോൾ UPI കൊടുത്തപ്പോൾ ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ട്. 500 രൂപ ഫീസ്. ഇവിടെ കൺഫേം കൊടുക്കുക കേട്ടോ, കൺഫേം. അപ്പോൾ ഒരു QR കോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് 500 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. ഈ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് പോകും. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഞാനൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ആ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് പോകും. എല്ലാ കാറ്റഗറിക്കാരും പേയ്മെൻറ്റ് അടയ്ക്കുക കേട്ടോ. നമ്മൾ ബാക്കൊന്നും അടിക്കരുത്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളത് ഒന്ന് കൺഫേം ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് അയക്കാൻ പറ്റാത്തവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.